കോഴിക്കോട് ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ നിർധനരായ രോഗികളുടെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാതൃക ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെയാണ് ആരോപണം. രോഗികളുടെ പേരിൽ പിരിവ് നടത്തി തുച്ഛമായ തുക മാത്രമാണ് നൽകുന്നത് എന്ന് തട്ടിപ്പിനിരയായവർ വ്യക്തമാക്കി. ഇരകൾ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഈ കേസ് ഒതുക്കിത്തീർക്കാനുള്ള ശ്രമവും തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റിഗേഷൻ. ബസ് സ്റ്റാൻഡിലും തെരുവോരങ്ങളിലും നിർധനരായ രോഗികളുടെ പേര് പറഞ്ഞ് പിരിവ് നടത്തുന്ന മാതൃക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാഹനം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ നൽകുന്ന തുകയിൽ എത്രത്തോളം രോഗികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? പാവപ്പെട്ട രോഗികളുടെ പേരിൽ പിരിവ് നടത്തുന്ന ഇത്തരം സംഘങ്ങളെക്കുറിച്ച് ന്യൂസ് മലയാളം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ തട്ടിപ്പുകളാണ്. കിഡ്നി രോഗിയായ കോഴിക്കോട് ചേളന്നൂർ സ്വദേശി അശോകന്റെ ചികിത്സയ്ക്കായാണ് ഭാര്യ രാധ മാതൃക ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിക്കുന്നത്. പരസഹായമില്ലാത്ത കുടുംബത്തിന് ചികിത്സാ സഹായവും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. 4 മാസത്തോളം പിരിവ് നടത്തിയിട്ടും തുക നൽകാതെ പറ്റിച്ചു. ആദ്യഘട്ടത്തിൽ 2000 രൂപ മാത്രം നൽകിയ മാതൃക ചാരിറ്റബിൾ സൊസൈറ്റി കുടുംബം പോലീസിനെ സമീപിച്ചതോടെ തവണകളായി 38,000 രൂപ കൈമാറി. എന്നാൽ പിരിച്ചത് എത്രയാണെന്നും ബാക്കി തുക എന്തിന് ചെലവഴിച്ചു എന്നതിനും ഉത്തരമില്ല. ഞങ്ങൾ 2023 ഡിസംബർ 20 ഹോസ്പിറ്റലിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളൊരു ചെറിയ സീറ്റൊക്കെ ഇട്ട വീട്ടിലായിരുന്നു താഴെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിന്നപ്പോൾ ഞങ്ങളൊരു മരിയോനും വേറൊരാളും കൂടെ പറഞ്ഞത് ഇവരിങ്ങനെ പിരിവെടുക്കുന്നുണ്ട്, അവരെ വിളിക്കാമെന്ന്. അപ്പോൾ നമുക്ക് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അതിനും പണിക്ക് പോകാനാവില്ല. മൂപ്പർക്ക് എല്ലാം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ പണിക്ക് പോകാനാകത്തൊരു ഇവർ ഇവിടെ വന്നു 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയില്ല. 10 ആൾക്കാരെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ പെരിപ്പിക്കുക, 1 മണിക്കൂർ കൊണ്ട് ടൗണിലൊക്കെ പെരിപ്പിച്ചാൽ 50,000 റുപ്യ കിട്ടും. ഇവരെ വീടിൻ്റെ പണിയും ചികിത്സാ ഫണ്ടും ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗവും ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരിവിടെ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഒരു വേർഡൊക്കെ വിളിപ്പിച്ചിട്ടും ഇപ്പം വരാം, നാളെ വരാം, എന്തായാലും പൈസ കൊടുക്കും, ഞങ്ങൾ പണിയെടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തീരെ വിളിച്ച് പൈസ തരാണ്ടായപ്പോൾ ഞാൻ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവൻ കുറഞ്ഞ പൈസ 2,000 1,000 റുപ്യ പേര് റിയാസും പ്രബിനീഷും അങ്ങനെ കൊണ്ടു തന്നു. രാമനാട്ടുകര വട്ടക്കിണർ സ്വദേശി രാജനെയും സമാന രീതിയിലാണ് പറ്റിച്ചത്. 5 വർഷത്തോളമായി കിഡ്നി രോഗത്തിന് ചികിത്സിക്കുന്ന രാജന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. ഓട്ടോ തൊഴിലാളിയായ മകന്റെ വരുമാനം ചികിത്സയ്ക്ക് തികയാതെ വന്നതോടെയാണ് കുടുംബം മാതൃക ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിച്ചത്. 18 ദിവസത്തിന് മുകളിൽ പിരിവ് നടത്തിയിട്ട് കുടുംബത്തിന് നൽകിയത് 2,000 രൂപ മാത്രം. അങ്ങനെ പോയി ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് സഹായം തരാം, ഞങ്ങൾ പേപ്പറുകളൊക്കെ തന്നാൽ മതി, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരാം. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്ന് ഡയാലിസിസ് ചെയ്യുന്നിടത്തും വന്ന് അതിൻ്റെ ശേഷം വീട്ടിൽ വന്ന് പേപ്പറൊക്കെ വാങ്ങി കൊണ്ടുപോയി. ആ പേപ്പർ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് നിങ്ങളെ പിരിവ് ഞങ്ങൾ എടുക്കൽ തുടങ്ങിയിരിക്കുന്നു, ഇങ്ങനെ പൈസ വരും, ആഴ്ചയ്ക്ക് ഞങ്ങൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞ്. പിന്നെ ആഴ്ചയും കഴിഞ്ഞ് 3 ആഴ്ചയും 4 ആഴ്ചയും കഴിഞ്ഞ് ഒരു വിവരമില്ല അവരെ പറ്റി. അപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ കൊണ്ടുതരേച്ചി, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഞങ്ങൾ വരാറിന് ഒരു പറ്റിച്ച്. പിന്നെ വന്നിട്ട് തന്നെ ഇല്ല. 2,000 റുപ്യ ആകെ 2,000 റുപ്യ തന്നിട്ടുള്ളൂ. ഓരോ പിരിവിലൂടെയും ലക്ഷങ്ങളാണ് ഈ തട്ടിപ്പ് സംഘം സ്വന്തമാക്കുന്നത്. പിരിവ് നടത്തുന്ന പരസ്യങ്ങളിൽ ഫോൺ നമ്പർ രോഗികളുടെ നൽകുമെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്പർ സൊസൈറ്റിയുടേതാകും. ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ സ്വന്തം അക്കൗണ്ടാണെന്ന് പറയാൻ ഇവർ രോഗികളോട് ആവശ്യപ്പെടും. സഹായം നഷ്ടപ്പെടാതിരിക്കാൻ ഗതികേട് കൊണ്ട് രോഗികൾ സമ്മതം മൂളും. ഇവർ പ്രബിനീഷും റിയാസും ആണ് ഈ പറ്റിക്കൽ കമ്പനി. അപ്പോൾ ഇവർ രാമനാട്ടുകാർ ഒരു പേഷ്യൻറ്റിന് പിരിവെടുത്തിട്ടുണ്ട്. പിരിവെടുത്തതെന്ന് വെച്ചാൽ അത് കിഡ്നി പേഷ്യൻ്റാണ്. അതാണ് എനിക്ക് ഒന്നാമത് സങ്കടമായിപ്പോയത്. എന്താ വെച്ചാൽ നമ്മളതൊന്നല്ല ഒരു പ്രശ്നം. ഈ കിഡ്നി പേഷ്യൻ്റ് പറയുന്ന അവരെന്താന്ന് വെച്ചാൽ ജീവിതം
തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പിരിവെടുത്തിട്ട് നാട്ടുകാർ പൈസ കൊടുക്കുന്നത്. അത് ഇവർ കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് ചിലവാക്കുക. ഈ പേഷ്യൻറ്റിന് പൈസയും കൊടുക്കുന്നില്ല. അപ്പം ഞാൻ എത്രയോ പ്രാവശ്യം ആ ചേച്ചീനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എന്താണ് ഒരു പൈസ ഇല്ല മോളെ തന്നിട്ടില്ല, എത്രയോ പ്രാവശ്യം പറഞ്ഞു. രോഗികളുടെ പേരിൽ പിരിവ് നടത്താൻ ദിവസക്കൂലി നൽകിയാണ് പലരെയും നിയമിക്കുന്നത്. രോഗികൾക്ക് പണം നൽകുന്നില്ലെന്ന് മനസ്സിലായതോടെയാണ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നും ഒഴിവായതെന്ന് മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നു. ഞാൻ ഇവരെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രോഗിയേക്ക് ഞാൻ പൈസ പിരിപ്പിച്ച് ഓർക്ക് കൊടുക്കൽ, അങ്ങനെ തിരക്കില്ല സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ പിരിച്ച് കൊടുക്കലാണ്. ഇവര് രോഗിയേക്ക് പൈസ എത്തിക്കുന്നില്ല എന്ന് പിന്നാണ് അറിയുന്നത്. അത് ഈ പ്രബിലീഷ് റിയാസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനെല്ലാം ഇത്. അപ്പോൾ ഓലിങ്ങനെ എത്തിക്കുന്നില്ല. പിന്നെ ഞാൻ അറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവരെ ഇതിലായിട്ട് ഞാൻ ഒഴിവാക്കുകയാണ്. പിന്നെ എനിക്ക് കുറേ ഭീഷണി മുടക്കിയിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ പരിശോധനയും നിരീക്ഷണവും ഇല്ലാത്തതാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് വളമാകുന്നത്. സൊസൈറ്റി തുടങ്ങുമ്പോൾ നൽകിയ ബൈലോയിൽ പറയുന്ന നിയമങ്ങളൊന്നും മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റി പാലിക്കുന്നില്ല. നിർധനരായ രോഗികളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. നിർധനരായ രോഗികളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഇത്തരം മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റ് ചാരിറ്റബിൾ സൊസൈറ്റികളെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതാകും ഇവരുടെ പ്രവർത്തനങ്ങൾ. കോഴിക്കോട് നിന്ന് ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം. ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിപ്പോ ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു തട്ടിപ്പ് സംഘത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ആഷിഖ് റഹ്മാനുണ്ട് നമുക്കിപ്പം. ആഷിഖ്, ഇതൊക്കെ ഒരു തരത്തിലും ഒരു ന്യായീകരണമില്ലാത്ത തട്ടിപ്പുകളാണ്. ഈ പാവപ്പെട്ട രോഗികൾ അവരെ ചൂഷണം ചെയ്ത് അവർക്ക് കിട്ടേണ്ട ഒരു കരുണ കാരണം അവരുടെ ജീവിതം തിരികെ പിടിക്കാനാവും പലരും അവർക്ക് കാശ് കൊടുക്കുക. പക്ഷേ അതിനെപ്പോലും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന തട്ടിപ്പ് സംഘമാണ് ഈ മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, നമ്മൾ അന്വേഷിച്ച സമയത്ത് വലിയ സങ്കടമാണ് നമുക്ക് തോന്നിയത്. പ്രത്യേകിച്ച് 2 രോഗികളുടെ അവസ്ഥ നമ്മൾ കേട്ട സമയത്ത് വളരെ സങ്കടം തോന്നി. കാരണം 2 പേര് കിഡ്നി പേഷ്യൻസ് ആണ്, വർഷങ്ങളായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രാമനാട്ടുകര സ്വദേശി രാജനാണെങ്കിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. ആ വീട്ടിലുള്ള ആകെ വരുമാനം എന്ന് പറയുന്നത് സ്വന്തം മകൻ ഓട്ടോ ഓടി കിട്ടുന്ന കുറച്ച് തുകയാണ്. അമ്മക്ക് അസുഖമാണ്, പിന്നെ ഒരു പെങ്ങളാണുള്ളത്. അങ്ങനെ ആകെ ഒരു വരുമാനമുള്ളത് ഈ മകൻ മാത്രമാണ്. ആ കുടുംബത്തിലെ അച്ഛന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. അതിൻ്റെ ചെലവ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ നിൽക്കുന്ന കുടുംബത്തിനാണ് തങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പറ്റിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞ ചേലന്റ് സ്വദേശി അശോകനും സമാനമായ രീതിയിലാണ്. വർഷങ്ങളായി കിടപ്പിലാണ്. ഒരുപക്ഷെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ദുശ്ചെയ്തിയാണ് ഇവർ ചെയ്തതെന്ന് പറയേണ്ടി വരും. കാരണം കിടപ്പ് രോഗികളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ കിഡ്നി രോഗികളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതിൻ്റെ അപ്പുറം മറ്റ് ദുശ്ചെയ്തികൾ എന്താണുള്ളത് നമ്മൾ ആലോചിച്ചു പോകും. കാരണം ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുടെ പേരിൽ പിരിവ് നടത്തിയിട്ട് തുച്ഛമായ തുകയാണ് നൽകുന്നത്. ഈ ചേലന്റ് സ്വദേശി അശോകന്റെ ഭാര്യ പറയുന്ന കേട്ടാൽ സങ്കടം തോന്നി. കാരണം അവർക്കൊരു വീട് പോലുമില്ല. മഴക്കാലത്ത് മഴ പെയ്തുകൊണ്ട് ആ വാടക വീട്ടിൽ മഴ പെയ്തുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവർ ഒരു വീടൊന്ന് മാറാൻ വേണ്ടിയിട്ടും ഈ രോഗിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചികിത്സ തരാം, അതുപോലെ തന്നെ നല്ലൊരു വീടും പണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിവ് നടത്തി 2000 രൂപ മാത്രമാണ് ആകെ നൽകിയത്. ഇവർ ചോദിക്കുന്ന സമയത്ത് പറയും, ചേച്ചി നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ പൈസ തരാമെന്ന് പറയുമെങ്കിലും ഒരു ദിവസം ഒരു പൈസ കൊടുത്തിട്ടില്ല. അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ മാത്രം നൽകി അവരെ പറ്റിച്ചു. ഒടുവിൽ പോലീസിൽ പോയ സമയത്തും പോലീസിനും ഇതിൽ കൃത്യമായൊരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇത് എത്രത്തോളം പിരിച്ചു എന്നുള്ളത് അവർക്കറിയില്ല, എത്ര ദിവസം പിരിച്ചു എന്നറിയില്ല. നാട്ടിൽ നോക്കുന്ന സമയത്ത് ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ പേരിൽ പിരിവ് നടത്തുന്നുണ്ടല്ലോ, ഞങ്ങളെല്ലാം പൈസ കൊടുക്കുന്നുണ്ട്, ചേട്ടൻ ഇപ്പോൾ പൈസ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഈ തട്ടിപ്പ് സംഘം പറയുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയും. കാരണം ഈ പൈസ കിട്ടുന്നത് മിസ്സാവേണ്ട എന്ന് കരുതി ആ കുടുംബം എന്ത് ചെയ്യും, ആ പൈസ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയും. അങ്ങനെ
4 മാസത്തോളം പിരിവ് നടത്തിയിട്ട് ഈ ചേളന്നൂർ സ്വദേശി അശോകൻ്റെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ നൽകി 2000 രൂപയാണ്. പിന്നെ പോലീസിൽ കയറിറങ്ങി നിരവധി തവണ കയറിയിറങ്ങിയപ്പോൾ പോലീസ് മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് ഒരു 38,000 രൂപ, അതും പല തവണ ഗഡുക്കളായിട്ടാണ് അവർക്ക് ആ പണം നൽകിയതെന്നുള്ളതാണ്. ഇത്തരത്തിൽ രോഗികളുടെ ഗതികേട് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, ബിസിനസ് നടത്തുന്ന വന്നൊരു മാഫിയ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രാമനാട്ടുകര സ്വദേശി രാജനും സമാനമായ നിലയിലാണ്. 5 വർഷത്തോളമായി അദ്ദേഹം ഈ കിഡ്നി പേഷ്യൻ്റാണ്. അദ്ദേഹം ഡ്രൈവറായിരുന്നു. ഈ കിഡ്നിക്ക് അസുഖം വന്നതിനാൽ തന്നെ പിന്നെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. നേരത്തെ സൂചിച്ചതുപോലെ ഭാര്യയ്ക്കും അസുഖമാണ്, അവർക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരംഗം നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ റഹീം, ഇപ്പോൾ ഈ കിടപ്പ് രോഗികളെയൊക്കെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞത് അത്രമേൽ ഗുരുതരമാണ്. ഗുരുതരം മാത്രമല്ല, ഒരു മനസാക്ഷിയുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ളൊരു തട്ടിപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങൊരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാനിവിടെ സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനാണ്. ഞങ്ങളിവിടെ ഒരു 25-30 രോഗികളെ സൗജന്യമായി ഡയാലിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൈസ മേടിക്കാതെയാണ് ഈ ഡയാലിസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചാരിറ്റി പ്രവർത്തനം ആരുടെയും കയ്യിൽ പോയി പിരിവെടുത്തിട്ടല്ല. ഞങ്ങൾ കുറച്ച് മെമ്പർമാരും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ലാഭത്തിൽ നിന്നുള്ള വിഹിതവും എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങൾ ആരും ചാരിറ്റി ചോദിച്ചിരുന്നാൽ ഒരു പൈസയും കൊടുക്കാത്ത രൂപത്തിൽ ഒരുപാട് വ്യാജന്മാർ ഇത്തരം കള്ളപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മൂലം ചാരിറ്റി പ്രവർത്തകരെ മൊത്തം ജനം സംശയിക്കുകയാണ്. പാവപ്പെട്ട രോഗികളുടെ പേരിൽ, ചാരിറ്റിയുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തുന്ന ഒത്തിരി കള്ളനാണയങ്ങളുണ്ട്. അവിടെ ജനങ്ങൾ തിരിച്ചറിയണം. അത്തരം ചാരിറ്റി പ്രവർത്തകരുടെ പേരിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാരും പോലീസും തയ്യാറാവണം. ചാരിറ്റി പ്രവർത്തനം മാന്യമായി അന്തസ്സോടുകൂടി സത്യസന്ധമായി നടത്തുന്നവരെ പോലും വിഷമിപ്പിക്കുന്ന ഇത്തരം കള്ളനാണയങ്ങളെ പൊതുജന മധ്യത്തിൽ തിരിച്ച് അറിയിക്കുവാൻ, പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുവാൻ ഈ ചാനലിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ റഹ്മാൻ പ്രതികരിച്ചതിന്. സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനാണ് നമുക്കിപ്പോൾ പ്രതികരണം നടത്തിയ അബ്ദുൾ റഹ്മാൻ. ആഷിഖ് റഹ്മാൻ തുടരുന്നുണ്ട്. നമുക്കിപ്പം ആഷിഖ്, ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിലുള്ള തുടർ നടപടികൾ എന്തായി? പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ സംഘത്തിന് മേൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി തുടങ്ങിയിട്ടുണ്ടോ? സേതു, ഈ സംഘത്തെ, അതായത് പ്രബിനീഷും റിയാസും എന്ന് പറയുന്ന വ്യക്തികൾ നാട്ടിൽ സുപരിചിതരാണ്. പക്ഷേ ഇവരുടെ സ്വദേശമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയില്ല. കാരണം പ്രമുഖരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രവർത്തകരായത് തന്നെ ആരും മറ്റു വിവരങ്ങളും അന്വേഷിക്കുന്നില്ല. ഇവർ നിലവിൽ ഒളിവിലാണ്. ഇവരെ വിളിച്ചാലോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇനി സേതു ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ രാമനാട്ടുകര സ്വദേശി രാജിൻ്റെ കുടുംബം പണം കിട്ടാത്തത് മൂലം പോലീസിനെ സമീപിച്ച് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. എന്നാൽ 10-20 ദിവസം പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല. പിന്നീട് അവർ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് പരാതി നൽകി. ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചെങ്കിൽ പോലും പിന്നീട് നടപടി ഉണ്ടായില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കാണുന്നതിൻ്റെ തലേന്ന് 2 ദിവസം മുന്നേ അവർ ജില്ലാ പോലീസ് മേധാവിക്ക് പോയി പരാതി നൽകി. എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി ആഷിഖ്, ഇത്തരം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ അദ്ദേഹമൊക്കെ നമ്മളോടൊപ്പം സംസാരിച്ച പോലെ പാവപ്പെട്ടവർക്ക് സേവനം നൽകുന്ന നല്ല ചാരിറ്റി സംഘങ്ങളുടെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം. ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ, അവരിലേക്ക് അന്വേഷണം എത്തട്ടെ.